തെക്കൻ കേരളം കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയ പ്രദേശമാണ്. ഇത്തവണത്തെ കാര്യങ്ങൾ മാറി മറിയും എന്ന് പറയുന്നു UDF. BJPക്ക് പ്രതീക്ഷയുള്ള 5ഓളം മണ്ഡലങ്ങളും തെക്കൻ കേരളത്തിലാണ് എന്നതും സവിശേഷതയാണ്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, നോക്കൂ, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നത് 5ലധികം മണ്ഡലങ്ങളാണ്. തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലാണ് BJPയും വലിയ പ്രതീക്ഷ വെക്കുന്നത്. പക്ഷേ നമ്മൾ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ LDFനൊപ്പം ഉറച്ച കോട്ട പോലെ നിന്നതാണ് 2021 തെക്കൻ കേരളം. ഇത്തവണ ആരായിരിക്കും മുമ്പൻ തെക്ക്? മാധു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഏറ്റവും പ്രതീക്ഷയുള്ള മേഖലകളിൽ ഒന്നായി തെക്കൻ ജില്ലകൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട മുതൽ തിരുവനന്തപുരമുള്ള 3 ജില്ലകളാണ്. ഈ 3 ജില്ലകളിൽ 30 സീറ്റുകളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 30 സീറ്റിൽ 27 സീറ്റും LDF വിജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ ആകെ കോവളം മാത്രമാണ് UDF വിജയിച്ചതെങ്കിൽ കൊല്ലത്ത് കരുനാഗപ്പള്ളിയും കുണ്ടറയിലും UDFന് വിജയിക്കാൻ കഴിഞ്ഞു. പത്തനംതിട്ടയിൽ UDFന് ഒറ്റ സീറ്റ് പോലുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തവണ തിരുവനന്തപുരത്ത് മാത്രം UDF 5 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലത്തും സമാനമായി 5 സീറ്റുകൾ വിജയിക്കാൻ കഴിയുമെന്ന് കണക്കുകൂട്ടുന്നു. 2 സീറ്റുകൾ UDF പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇത് ഉറപ്പാണെന്ന് UDF നേതൃത്വം പറയുന്നു. ഉറപ്പുള്ള 12 സീറ്റുകളാണ്. UDFന് അനുകൂലമായി തരംഗമുണ്ടെങ്കിൽ ആ സീറ്റുകളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഏതാണ്ട് ഈ 12 എന്നത് 18 സീറ്റ് വരെ എത്താനുള്ള സാധ്യത UDF കണക്ക് കൂട്ടുന്നുണ്ട്. അതേസമയം തന്നെ LDF ഈ തവണ തിരുവനന്തപുരത്ത് 9 സീറ്റിൽ വിജയം പ്രതീക്ഷിക്കുന്നു. ഒപ്പം കൊല്ലത്ത് 7 സീറ്റുകളിലും പത്തനംതിട്ടയിൽ 4 സീറ്റുകളിലുമാണ് LDF വിജയം പ്രതീക്ഷിക്കുന്നത്. 5 സീറ്റുകളാണ് ഇവിടെ BJP പ്രതീക്ഷിക്കുന്നത്. അതിൽ 4 സീറ്റും അത് തിരുവനന്തപുരത്താണ്, 1 സീറ്റ് കൊല്ലത്തും. അങ്ങനെയാണ് BJPയുടെ പ്രതീക്ഷ. ഈ തവണ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ തെക്കൻ ജില്ലകളിൽ കൊല്ലത്ത് UDFന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റമാണ് UDFന്റെ പ്രതീക്ഷ. അട്ടിമറി വിജയം കൊല്ലത്ത് ഉണ്ടായി. അവിടെ നഗരം പിടിച്ചെടുക്കാൻ UDFന് കഴിഞ്ഞു എന്നത് UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ വട്ടിയൂർക്കാവ് അടക്കം അരുവിക്കര അടക്കമുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം UDF പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ 12 സീറ്റുകൾ വിജയം കൈവരിക്കാൻ കഴിഞ്ഞാൽ UDFന് ഈ തവണ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയും. കാരണം തെക്കൻ ജില്ലകളിൽ മുന്നേറ്റമുണ്ടായില്ലെങ്കിൽ ഭരണം ലഭിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. മലബാറിൽ വലിയ മുന്നേറ്റമുണ്ടായാലും കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കി തന്നത്